ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെൻസിൽ ഡ്രോയിങ് വീഡിയോ ആണ്. കുറച്ചധികം നാളായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുഞ്ഞിന് ഏകദേശം ഒരു 6 മാസം പ്രായമുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അതായത് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവൾക്ക് 2 വയസ്സാവാറായി. അപ്പോൾ അത്രയും സമയം പഴക്കമുണ്ട്, അത്രയും കാലമായി ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഫോണിൽ സ്പേസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ തന്നെ എവിടെയോ സേവ് ചെയ്തിട്ടിരുന്നതാണ്. അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ എഡിറ്റ് ചെയ്തത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് തുടക്കം അവസാനം വരെ എനിക്ക് ആ പെയിൻറ്റിങ് വരയ്ക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേയൊക്കെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാവേ. അപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. അപ്പോൾ വഴിയെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഞാനൊരു വ്യക്തിയുടെ പടം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രിഡ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഗ്രിഡ് ഇട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരു പിക്ചറും കൂടെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ സംഭവം സെറ്റാകും. പിന്നെ നമ്മൾ നേരെ അത് പേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. പേപ്പറിലോട്ട് ഈ ഒരു ഗ്രിഡ് ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെയാണ് ഷെയ്ഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. എളുപ്പ വഴികളൊക്കെ ഉണ്ട്. ഇതുപോലെ 3-4 വരയൊക്കെ വരച്ചിട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളത് ഞാൻ ആ രീതി പ്രാക്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ അനിയന് അതാണ് കൂടുതൽ എളുപ്പം. അവൻ നേരത്തെ ഇതുപോലെ ഗ്രിഡ് ഇട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവൻ ഒരു 3-4 വരയൊക്കെ വരച്ചിട്ട് കണ്ണും മൂക്കുമൊക്കെ വരച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു വർക്ക് എനിക്ക് സ്പെഷ്യലായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഇത്. അപ്പോൾ ആ ആൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് തന്നൊരു വർക്ക് തന്നെയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള വർക്കെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ സാധാരണഗതിയിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആൾക്ക് ഒന്നുകിൽ ലാമിനേറ്റ് ചെയ്തോ അല്ലെ വരച്ച് ആ പേപ്പർ അതേപോലെ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രധാന വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മുടിയാണ് എൻ്റെ പ്രശ്നം. നല്ല രീതിയിൽ മുടിയൊക്കെ വരച്ച് അതിൻ്റേതായ രീതിയിൽ വരുത്തണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, മുടി വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഗ്ലേസിങ്ങും ടെക്സ്ചറും ഒക്കെ നല്ല രീതിയിൽ വരാറില്ല. അപ്പോൾ ആ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അവനെക്കൊണ്ടാണ് ആ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മുടിയുടെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. അവൻ അത് നല്ല രീതിയിൽ എനിക്ക് അതിൻ്റെ ഞാൻ വരച്ചതിനകത്തൊക്കെ ഇച്ചിരി പാകപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവൻ ശരിയാക്കി തന്നു. പിന്നെ ചുണ്ടിൻ്റെ ഭാഗത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതും അവൻ ക്ലിയർ ചെയ്തൊക്കെ തന്നു. അങ്ങനെ എൻ്റെ ഈ ഒരു പടം ഞാൻ വരയ്ക്കുന്ന ആ ഒരു പടം പല ദിവസങ്ങളായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് മിനുക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ചെയ്ത് ഡേറ്റും സൈനും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു 2023 ഒക്ടോബറിലാണ് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തത് ഒരുപാട് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതുപോലൊരു പോർട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതാണ് റെഫറൻസ് പിക്കായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കൊടുത്തിട്ട് കോഴഞ്ചേരി കൊടുത്തിട്ടാണ് ഇതൊന്ന് ഫ്രെയിം ചെയ്തെടുത്തത്. പിന്നെ ഈ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടേണ്ടത് കൊണ്ട് അതിന് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ പേപ്പർ എഴുതി വെക്കുന്നുണ്ടായിരുന്നേ. ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളും പെയിൻറ്റിങ്ങും ഒക്കെ ഓരോരുത്തർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വർക്ക് ചെയ്ത് കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ പാക്ക് ചെയ്യണം, എങ്ങനെ അയക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഫ്രെയിം ചെയ്ത് കിട്ടിയ ആ ഒരു കവറിനകത്താണ് ഞാൻ ഇട്ടിട്ട് പിന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. കുറേ അധികം ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഞാനത് പൊതിഞ്ഞെടുത്തത്. പിന്നെ തെർമോക്കോൾ 2 സൈഡിലുമായിട്ട് വെച്ചിട്ട് ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ ഈ ഫ്രെയിമിൻ്റെ 4 സൈഡും, അതായത് തെർമോക്കോൾ വെച്ചിട്ടും വീണ്ടും 4 സൈഡും കൂടെ തെർമോക്കോൾ വെക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബബിൾ റാപ്പർ വെച്ചിട്ട് എന്നിട്ടും ഞാൻ പൊതിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ കാര്യമായിട്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടും ഈ ഒരു സാധനം ആ കുട്ടിയുടെ കൈ കിട്ടിയപ്പോഴത്തേനും അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ വരച്ച പടം അതിൻ്റെ പിന്നെ ബർത്ത്ഡേ വിഷസും ഒക്കെ ഒരുപാട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് പൊട്ടിയപ്പം ആ കുട്ടിക്കും എനിക്കും ഒരുപാട് വിഷമമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിന് 6 മാസമുള്ള സമയത്താണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അച്ഛനും അമ്മയും കുഞ്ഞിനെ വന്ന് ഉമ്മ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ്. ഇത്രയൊക്കെ കാര്യമായിട്ട് പാക്ക് ചെയ്തതിന് ശേഷം ഇനി അത് കൊറിയറുകാരുടെ കൈ കിട്ടുമ്പം ഇനി അവർ ഹാൻഡിൽ ചെയ്യാതിരിക്കുമോ എന്ന് വെച്ചിട്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പ്രത്യേകമായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വായിക്കാൻ അറിയാത്തതാണോ എന്താണെന്നറിയത്തില്ല. പക്ഷേ ഒരുപാട് വിഷമമായെങ്കിലും അയക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.